നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. പോസിറ്റീവായ ഒരു വിപണിയാണ് ഈ ഒരാഴ്ചയിൽ ആദ്യ ദിവസം നമുക്ക് കിട്ടിയത്. എന്നാൽ മാർക്കറ്റിലുള്ള ന്യൂസുകൾ മിക്സ്ഡ് ആയിട്ടുള്ള ന്യൂസാണ്. ആദ്യത്തെ ന്യൂസ് അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. അദാനി എൻ്റർപ്രൈസസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ഇവരെ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും ഗൗതം അദാനിയെയും രാജേഷ് അദാനിയെയും ബോംബെ ഹൈക്കോർട്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് ആദ്യം നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമെന്നോളം അദാനി എൻ്റർപ്രൈസസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ എന്നാൽ നമ്മുടെ അതേസമയം ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 2.3% സ്പൈക്കായി എന്നുള്ള ഒരു ന്യൂസ് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തില്ല. കൂടാതെ രാവിലെ മുതൽ US ഫ്യൂച്ചർ നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ അതിനെ സർപ്രൈസ് ചെയ്തിട്ട് ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ചൈന സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ ബുധനാഴ്ച രാത്രി 11:30 US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത്. ഈ തവണ ട്രംപ് വളരെ ശക്തമായ രീതിയിൽ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ തവണ ജെറോം പവൽ, അതായത് ഫെഡറൽ റിസർവ് ചെയർമാൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ അനലിസ്റ്റുകൾ നോക്കി കാണുന്നില്ല. പക്ഷേ അതിലുപരി നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കമൻ്റാണ് കുറച്ചും കൂടി വറി ആവുന്നത്. നെക്സ്റ്റ് ഡേ, അതായത് വ്യാഴാഴ്ച ദിവസമാണ് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗും ഉള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ചെറിയൊരു ടെൻഷൻ US മാർക്കറ്റിൽ നിലവിലുണ്ട്. US മാർക്കറ്റ് ഓൾറെഡി തന്നെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 7-8% കറക്ഷൻ നൽകി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് US മാർക്കറ്റ് ഉള്ളത്. എന്നാൽ ഏഷ്യൻ വിപണിയിൽ എസ്പെഷ്യലി ചൈനീസ് മാർക്കറ്റിൽ നിന്ന് സ്റ്റിമുലസ് പാക്കേജുകളും അവിടുത്തെ വർക്കേഴ്സിനെല്ലാം തന്നെ വേജസ് ഉയർത്തുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഏഷ്യൻ സെറ്റിൽ നിന്ന് പോസിറ്റീവായ രീതിയിലാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടത്. മാർക്കറ്റിൽ പൊതുവെ ബ്രിട്ടാനിയ, ITC തുടങ്ങിയ FMCG സ്റ്റോക്കുകൾ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. അദാനി എൻ്റർപ്രൈസസിനോടൊപ്പം തന്നെ ട്രെൻഡും ആക്സിസ് ബാങ്കും ബജാജ് ഫിൻസർവും ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് RBI ക്ലീൻ ചിറ്റ് നൽകിയ ന്യൂസും ഇൻഡസ്ഇൻഡ് ബാങ്കിന് ഗുണകരമായി. ആക്സിസ് ബാങ്കും ഒത്തുപിടിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബലി ഉള്ള അപ്ഡേറ്റുകൾ. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോകാം. കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1% സ്പൈക്ക് ചെയ്ത് 13.41. ഡോ ഫ്യൂച്ചർ കാണാം 188 പോയിന്റിന്റെ നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളായിട്ടുള്ള നിക്കി, ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, കൊറിയ പോസിറ്റീവായിരുന്നു, ചൈനീസ് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു. ഗോൾഡ് $11 ഇന്റർനാഷണൽ മാർക്കറ്റ് ഉയർന്നു, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമതാണ്. $2,995 പെർ ഔൺസിനാണ്. കഴിഞ്ഞ ദിവസം ഗോൾഡ് ഓൾറെഡി തന്നെ $3,000 പെർ ഔൺസ് ടച്ച് ചെയ്തിരുന്നു ഇൻട്രാഡേയിൽ. ബ്രന്റ് ഓയിലും 0.64% സ്പൈക്ക് രേഖപ്പെടുത്തി $71 പെർ ബാരലിനാണ്. ബ്രിറ്റ്കോയിൻ ഇപ്പോൾ 83,000 നിൽക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ബുധനാഴ്ച വൈകിട്ട് 7 മണിക്കാണ് US ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രീസ് ഡേറ്റ വരുന്നത്. അപ്പോൾ ക്രൂഡ് ആ ദിവസങ്ങളല്ല പൊതുവേ ക്രൂഡെല്ലാം തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നിഫ്റ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ വലിയ തോതിൽ റിസ്ക് എടുക്കുന്ന ഒരാളുകളായിരിക്കും ക്രൂഡിലോ ഗോൾഡിലോ ഹോൾഡ് ചെയ്യുന്നത്. കാര്യം 11:50 വരെ മാർക്കറ്റ് ഉണ്ടെങ്കിലും കൂടിയും അതിനുശേഷം വെളുപ്പിന് 2 മണി വരെ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ പക്ഷെ ആ ഒരു ഷോർട്ട് പീരീഡ് ആണെങ്കിൽ കൂടിയും വരാൻ സാധ്യതയുള്ള ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണുകളെല്ലാം തന്നെ വളരെ ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ക്രൂഡിലെല്ലാം തന്നെ ഒരു സ്കാൽപ്പിംഗ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്പോഴത്തെ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റും അതേപോലെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഓൾറെഡി തന്നെ 15% ഇടിവ് രേഖപ്പെടുത്തിയ നിഫ്റ്റി 22,000 എന്ന് പറയുന്നത് മേജർ സപ്പോർട്ട് സോണായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കുറച്ചധികം ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ന് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു. RBI ഇവരുടെ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോസ് എല്ലാം തന്നെ, കൂടാതെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് എല്ലാം തന്നെ സ്റ്റേബിൾ ആണെന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഓല ഇലക്ട്രിക് കമ്പനി അവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ ഏകദേശം ഒരു 17 കോടി രൂപയുടെ ഒരു പേയ്മെൻറ്റ് ഡ്യൂ
ഈ വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ നമ്പർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് കൊടുക്കാനുണ്ടായി എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനി കോടതിയെ സമീപിക്കുമെന്നുള്ള ന്യൂസ് ഒല ഇലക്ട്രിക് കമ്പനീസ് ഇന്ന് സ്ലൈറ്റ്ലി ഫോളിലാണ് ഉണ്ടായിട്ടുള്ളത്. സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സ്പൈസ് ജെറ്റിൻ്റെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് 294 കോടി രൂപ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തുകയാണ്. പ്രൊമോട്ടേഴ്സ് കൂടുതൽ ക്യാപിറ്റൽ കമ്പനിയിലേക്ക് ഫണ്ട് ഒഴുക്കുന്നു എന്നുള്ള ന്യൂസ് സ്പൈസ് ജെറ്റിന് ഇന്ന് ഗുണം ചെയ്തിട്ടുണ്ട്. മാരുതി സുസുക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, മാരുതി ഇവരുടെ കാറിൻ്റെ എല്ലാം തന്നെ പ്രൈസുകൾ ഉയർത്തുന്നുണ്ട്. ഏപ്രിൽ 2025 മുതലാണ് ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ ടാറ്റ മോട്ടോഴ്സും ഇവരുടെ കാറിൻ്റെ വില ഉയർത്തുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് GLRന് വേണ്ടിയിട്ട് അവരുടെ EV കാറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ പ്ലാന്റുകളെല്ലാം തന്നെ $1 ബില്യൺ സ്പെൻഡ് ചെയ്യുന്ന ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിരുന്നു. അജ്മീറ റിയാലിറ്റി എന്ന് പറയുന്ന റിയാലിറ്റി കമ്പനി, ഇവർ 320 കോടി രൂപയുടെ അന്തേരി വെസ്റ്റിൽ ഇവർക്കൊരു പ്രൊജക്റ്റ് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്കും 8.65 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു ടണലിൻ്റെ വർക്ക് മധ്യപ്രദേശ് മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സും ഇന്ന് HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. മഹീന്ദ്ര XUV ഇവരുടെ എബോണി എഡിഷൻ, ബ്ലാക്ക് അലോയി ഉള്ള എബോണി എഡിഷൻ, അഡാസ് ഉള്ളത്, 6-7 എയർ ബാഗ് ഉള്ളത് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എയർടെൽ എറക്സനും ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് വോൾവോയ്ക്ക് വേണ്ടിയിട്ട് 5G അഡ്വാൻസ്ഡ് സിസ്റ്റം നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് എയർടെൽ സ്റ്റാർലിങ്ക് എല്ലാം തന്നെ ആയിട്ട് ഉപഗ്രഹ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് ഉള്ള കരാറിലും ഏർപ്പെട്ടിരുന്നു. ഇൻഫിബീൻ അവന്യൂ കമ്പനി ഇവർ IISS ബാംഗ്ലൂർ ആയിട്ടൊരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഇൻഫിബീൻ അവന്യൂനെ സംബന്ധിച്ചിട്ടുണ്ട്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ് ലുപ്പിൻ്റെ പുതിയ മെഡിസിൻ യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ജിയോ സ്റ്റാർലിങ്ക് ആയിട്ട് ബിസിനസ് കോൺട്രാക്ട് ഏർപ്പെട്ടിരുന്നത് മാത്രമല്ല, ജിയോ ഇവരുടെ ഹോട്ട്സ്റ്റാർ, ജിയോ ഫൈബർ എല്ലാം തന്നെ കസ്റ്റമേഴ്സിന് ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ട്രയൽ ഇനീഷ്യലി കൊടുത്തതിന് ശേഷം പെർമനൻറ്റ് കസ്റ്റമർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. NMDC കമ്പനി ₹2.50 ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ട് കമ്പനി തീരുമാനിച്ചു. റോയൽ ഓർക്കിഡ് കമ്പനി ഇത് ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. ഇവരുടെ പുതിയ ഹോട്ടൽ ഗോവയിൽ ഇവർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. റോയൽ ഓർക്കിഡ് കമ്പനി. ഇൻഫോസിസ് രാജ്യത്തെ ലീഡിംഗ് IT കമ്പനിയാണ് ഇൻഫോസിസ്. മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻഫോസിസിനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇനി സ്വിഗ്ഗിയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ഉള്ളത്, ഫുഡ് ഡെലിവറി കമ്പനിയായിട്ടുള്ള സ്വിഗ്ഗി ഇവരുടെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട്, അതായത് നമുക്ക് പലചരക്ക് സാധനങ്ങളെല്ലാം തന്നെ സൂപ്പർ മാർക്കറ്റിലൂടെ എല്ലാം തന്നെ ഈ സ്വിഗ്ഗിയിലൂടെ എല്ലാം തന്നെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് 100ഓളം സിറ്റികളിൽ ഇവയുടെ ബിസിനസ് എല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് എങ്ങനെയാണോ ഫുഡ് വരുന്നത് അതേ സ്പീഡിൽ തന്നെ നമുക്ക് അരിയും പഞ്ചസാരയും എല്ലാം തന്നെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നു വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. സ്വിഗ്ഗി പോലെയുള്ള, ഇപ്പോൾ കൊച്ചിയിലെല്ലാം തന്നെ സ്വിഗ്ഗി പോലെ എന്നാൽ സ്വിഗ്ഗിയുടെ അത്രയും ലിസ്റ്റഡ് പബ്ലിക് കമ്പനി അല്ലാത്ത ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റ് നിലവിലെ ജനസംഖ്യയിലെ സ്റ്റിൽ ഏകദേശം 50% ആളുകൾക്കും ഇപ്പോഴും ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സിന് വലിയ ഫ്യൂച്ചറിലേക്ക് വലിയ പൊട്ടൻഷ്യലാണ് ഉള്ളത്. ഇപ്പോൾ ഈ മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ സ്വിഗ്ഗി അങ്ങനെയുള്ള ഫെസിലിറ്റി വരും നാളുകളിൽ ഇന്ത്യയിലെ പല ഭാഗത്തേക്കും അത് വൈഡ് സ്പ്രെഡാവും. ഒരുപാട് ജോലി സാധ്യതകളും ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കണക്ടിവിറ്റി വർദ്ധിക്കും. വെബ്സൈറ്റ്, അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വെബ്സൈറ്റ് നിർമ്മാണമൊക്കെ ഒരുപാട് വലിയ ബിസിനസ്സായിട്ടൊക്കെ ആളുകളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്, ഇൻഡിവിജ്വലി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇന്ത്യയുടെ വരും നാളുകളിലേക്കുള്ള പുരോഗതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പുരോഗതിയിലേക്ക് വന്ന് നിഫ്റ്റി വീണ്ടും നമുക്ക് 26,300 എത്തണം, അതും മറികടക്കണം. നമ്മൾ പണ്ട് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നിഫ്റ്റി ഒരു 30,000-ലേക്കൊക്കെ പെട്ടെന്ന് പോകണം. ഒരുപാട് ആളുകളുടെയും പോർട്ട്ഫോളിയോ എല്ലാം തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗ്രീനിൽ എത്തണമെങ്കിൽ തന്നെ നിഫ്റ്റി ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കണം. അപ്പോൾ അതെല്ലാം തന്നെ സാധ്യമാകുന്നത് ഈ ഒരു ടെക്നോളജിയിലുണ്ടാകുന്ന കുതിപ്പാണ്.
അപ്പോൾ അങ്ങനെ സാധ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാക്ഷിക്കാം. താങ്ക് യു.